നിങ്ങൾക്ക് നല്ലൊരു മകനായിട്ടും നല്ലൊരു മകളായിട്ടും നിങ്ങളുടെ കുട്ടീനെ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ബുദ്ധിജീവിയായിട്ട് ഒരു കുട്ടീനെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ആവശ്യമില്ല, എവിടെ ആവശ്യമില്ല. കുട്ടികൾ എത്ര ബുദ്ധിജീവിയായാലും ഇപ്പൊ A+ വാങ്ങിയ കുട്ടികളൊക്കെ MBA കേസിൽ പെൺകുട്ടികളുണ്ട്. കുട്ടികൾ തെറ്റായ രീതിയിലേക്ക് സഞ്ചരിക്കാതിരിക്കലാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രക്ഷിതാക്കളായ നിങ്ങൾക്കും ഞങ്ങൾ ഈ ട്യൂഷൻ സെന്റർ നടത്തുന്ന ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവുക. രാവിലെ 6:00 തുറന്ന് രാത്രി 10 മണിക്ക് അടക്കുന്ന ട്യൂഷൻ സെന്റർ എവിടെ ഉണ്ടാവില്ല, എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അത് ചിലപ്പോൾ ടേം എക്സാമിന്റെ സമയത്ത് ഒരു പ്രചരണത്തിന്റെ പേര് ചിലപ്പോൾ തുറക്കുന്നുണ്ടാവും. ഒരു രക്ഷിതാവ് വിഷമം പറഞ്ഞു വരുമ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, എന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടീനെ ഉപദേശിക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഒരു പരിധി വരെയുള്ള രക്ഷിതാക്കൾക്ക് എത്ര കുട്ടികൾ ഇവിടുന്ന് കരഞ്ഞ് സങ്കടത്തിൽ അച്ഛനും അമ്മയ്ക്കും വാക്കുകൊടുത്ത് പോയിട്ടുണ്ട്. നിങ്ങൾ മക്കൾ മുഖേന അഭിമാനിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെ ഉണ്ടാകുന്നത്. വീണ്ടും പറയുമ്പോൾ ഡീൽ അക്കാഡമി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമല്ല, കുട്ടികൾക്ക് നടത്താനുള്ള സ്ഥാപനമല്ല. രക്ഷിതാക്കളുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി തരുന്നത് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തരുന്നില്ല കേട്ടോ. നിങ്ങൾ കുട്ടികളെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തരുന്നില്ല. ആ കുട്ടിയുടെ വ്യക്തിത്വ വികസനം, ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആ കുട്ടിയെ നല്ല വ്യക്തിയാക്കുക എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഉപദേശിക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പോരായ്മകൾ ഉണ്ടെങ്കിൽ, രക്ഷിതാക്കൾ മൊബൈലിൽ കളി കൂടുതലാണെങ്കിൽ രക്ഷിതാക്കളെ നിർത്തണം. നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ എന്റെ കുട്ടി മൊബൈലിൽ കളിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സ്വയം ഒന്ന് നോക്കണം. ഒരു മെസ്സേജ് ചെയ്യുമ്പോൾ ഇയാളെ കൊണ്ട് ശല്യമായിട്ട് തോന്നരുത്. നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ചിലപ്പോൾ ഈ മെസ്സേജ് ഇടും, ഡെയിലി ഓരോ കാര്യങ്ങൾ പറയും. അത് മൈൻഡ് ചെയ്യാതെ പിന്നെ റീപ്ലൈ കൊടുക്കാന്നുള്ള തരത്തിൽ വിടരുത്. നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ കുട്ടിയും ശ്രദ്ധിച്ചിട്ടായിരിക്കും പറയാം.